12,000 ഉണ്ടെന്നുണ്ടെങ്കിൽ 4 പകലും 3 നൈറ്റും മലേഷ്യയിൽ വന്നിട്ട് അടിച്ചു പൊളിക്കാൻ പറ്റിയിട്ട് ഒരു പാക്കേജ് ഉണ്ട്. അതുമാത്രമല്ല ഇന്ത്യക്കാർക്ക് ഇപ്പോൾ വിസ ഫ്രീ ആണ്. സബീറാണ്, വെൽക്കം ബാക്ക് FJ Vloggers. നിങ്ങൾ മലേഷ്യയിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ 4 പകലും 3 നൈറ്റും മലേഷ്യയിൽ അടിച്ചു പൊളിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിടിലൻ പാക്കേജ് കിട്ടോ. ഇത് നിങ്ങൾ 2 പേരാണെന്നുണ്ടെങ്കിൽ ഇത് കൊടുക്കേണ്ടത് ഒരാൾക്ക് 17,500 ആണെന്നുണ്ടെങ്കിൽ 4 പേരാണ് നിങ്ങൾ വരുന്നെങ്കിൽ ഒരാൾക്ക് നിങ്ങൾ കൊടുക്കേണ്ടത് 14,500 ആണ് കേട്ടോ. ഇനി നിങ്ങൾ 6 പേരാണ് വരുന്നെങ്കിൽ ഒരാൾക്ക് നിങ്ങൾ കൊടുക്കേണ്ടത് 13,000 രൂപയും. ഇനി അതല്ല നിങ്ങൾ 8 പേരുണ്ടെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് നിങ്ങൾ കൊടുക്കേണ്ടത് വെറും 12,000 രൂപ മാത്രമാണ് കേട്ടോ. ഫസ്റ്റ് ഡേ നമ്മൾ കോലാലംപൂർ എയർപോർട്ടിൽ ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇവരുടെ ഗൈഡ് നിങ്ങളെ വന്നിട്ട് പിക്ക് ചെയ്തിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആ സമയത്ത് ഫസ്റ്റ് ഡേ ബ്രേക്ക്ഫാസ്റ്റ് നമ്മളെ ഓൺ കോസ്റ്റ് ആണ്. അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ പോകുന്നത് പുത്രജയ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പുത്രജയിൽ പോയിട്ട് അവിടുത്തെ ടൂറിസ്റ്റ് പ്ലേസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ പിന്നെ പോകുന്നത് തിയൻഹു ടെമ്പിൾ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വൈകുന്നേരം 3 മണിക്ക് നമ്മൾ തിരിച്ചു വന്നിട്ട് 3 സ്റ്റാർ ഹോട്ടലിൽ ചെക്കിങ് ചെയ്തിട്ട് അന്ന് രാത്രി അവിടെ താമസിച്ചിട്ട് 2ാം ദിവസം നമ്മൾ രാവിലെ മോർണിംഗിൽ ഹോട്ടലിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് അത് പാക്കേജിലും കൂടെ ആണ് കേട്ടോ. അത് കഴിച്ചിട്ട് നമ്മൾ നേരെ പോകുന്നത് ബാത്തു കേവ് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ബാത്തു കേവ് ഒക്കെ കണ്ടിട്ട് അവിടുന്ന് നമ്മൾ നേരെ കേബിൾ കാറിലൊക്കെ കയറിയിട്ട് നമ്മൾ നേരെ പോകുന്നത് ജെൻഡിങ് ഐലൻഡ് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ ജെൻഡിങ് ഐലൻഡിലേക്ക് പോകാനുള്ള കേബിൾ കാർ അപ്പ് ആൻഡ് ഡൗൺ ഈ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് ചൈനീസ് ടെമ്പിൾ കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ 2ാമത്തെ ദിവസം നമ്മൾ കംപ്ലീറ്റ് കറങ്ങിയിട്ട് അന്ന് രാത്രി നമ്മൾ ഹോട്ടലിൽ ഒന്ന് താമസിച്ചിട്ട് 3ാമത്തെ ദിവസം നമ്മൾ പോകുന്നത് ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അത് പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. അത് കഴിച്ചിട്ട് നമ്മൾ നേരെ പോകുന്നത് കോലാലംപൂർ സിറ്റി ടൂർ ആണ് കേട്ടോ. ഇൻഡിപെൻഡൻസ് സ്ക്വയറും സെൻട്രൽ മാർക്കറ്റും നാഷണൽ മോസ്കും അതുപോലെ ചോക്ലേറ്റ് ഔട്ട്ലെറ്റ് KL ടവറും അതുപോലെ കിൽ ടവർ ഒക്കെ പോയി കണ്ടിട്ട് ഒരു ദിവസം കംപ്ലീറ്റ് നമ്മൾ കോലാലംപൂർ ടൗണിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നു കേട്ടോ. 4ാമത്തെ ദിവസം നമ്മൾ ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അത് പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. അത് കഴിച്ചിട്ട് രാവിലെ 10 മണിയോട് കൂടിയിട്ട് ഹോട്ടലിൽ ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് KLCC അക്വേറിയം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളെ അവർ എയർപോർട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യുന്നു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മലേഷ്യയിൽ രാവിലെ എത്തി കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേ അവിടെ സൈറ്റ് സീൻ കണ്ടിട്ട് 2ാം ദിവസം സൈറ്റ് സീൻ കണ്ടിട്ട് 3ാം ദിവസം സൈറ്റ് സീൻ കണ്ടിട്ട് 4ാം ദിവസം വൈകുന്നേരം നിങ്ങൾ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യുന്നു കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് 3 ദിവസത്തെ 3 സ്റ്റാർ സ്റ്റേ ഉണ്ടായിരിക്കും. ഇത് കൂടാണ്ട് നിങ്ങൾക്ക് 3 ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ്, അതായത് ഫസ്റ്റ് ദിവസം നിങ്ങൾ എത്തുന്ന അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒഴിച്ച് ബാക്കിയുള്ള 3 ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഈ പാക്കേജിൽ ഇൻക്ലൂഡ് ഉണ്ടായിരിക്കും. ട്രാൻസ്പോർട്ടേഷൻ അത് നിങ്ങൾക്കായിട്ടുള്ള ഒരു പ്രൈവറ്റ് ക്യാബ് ഉണ്ടായിരിക്കും കേട്ടോ. ആ പ്രൈവറ്റ് ക്യാബിൽ നിങ്ങൾ 2 പേരാണെങ്കിൽ 2 പേര് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. 4 പേരുടെ പാക്കേജ് ആണെന്നുണ്ടെങ്കിൽ 4 പേരായിരിക്കും. അല്ലെങ്കിൽ 6, 8 അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു ടീമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കായി പ്രൈവറ്റ് ക്യാബ് മാത്രമാണ് ഉണ്ടായിരിക്കുള്ളൂ. ഇത് കൂടാണ്ട് നിങ്ങളൊപ്പം ഉണ്ടായിരിക്കുന്നത് തമിഴൊക്കെ നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റുന്ന ഗൈഡ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷൊക്കെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിലൊക്കെ അല്ലെങ്കിൽ തമിഴിൽ തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഗൈഡ് ആയിരിക്കും നിങ്ങളെ കൂടെ ഉണ്ടായിരിക്കുക. ഭാഷ കാര്യങ്ങളൊന്നും പ്രശ്നമാക്കിയിട്ട് ഈ ഒരു പാക്കേജിൽ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല കേട്ടോ. നിങ്ങൾ കോലാലംപൂർ എയർപോർട്ടിൽ എത്തുകയാണെന്നുണ്ടെങ്കിൽ എയർപോർട്ടിൽ നിങ്ങളെ പിക്ക് ചെയ്തിട്ട് മലേഷ്യയിലുള്ള 4 ദിവസത്തെ ലഞ്ചും ഡിന്നറും ഒഴിച്ച് ബാക്കിയുള്ള ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഈ ഒരു പാക്കേജിൽ ഇൻക്ലൂഡ് ആണ് കേട്ടോ. ഈ ഒരു പാക്കേജ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 80 89 975 576 എന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യാം. ഇനി മലേഷ്യക്കുള്ള ടിക്കറ്റ് ഈ പാക്കേജിൽ ഇല്ലല്ലോ എന്ന് കുറിച്ചിട്ട് നിങ്ങൾ കൺഫ്യൂഷൻ ആയിട്ട് ചെയ്യേണ്ട. മലേഷ്യയിലേക്ക് ഒരു മാർച്ച് മാസത്തിലൊക്കെ നിങ്ങൾ ടിക്കറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റിന് നിങ്ങൾ ആകെ കൊടുക്കേണ്ടത് 14,000 രൂപ മാത്രമാണ്. പിന്നെ മലേഷ്യയിലേക്ക് ഇപ്പോൾ പ്രസന്റില് വിസ ഫ്രീ ആണ്. അതുകൊണ്ട് തന്നെ മലേഷ്യയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത് നടക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ലൊരു പാക്കേജ് ആണ് കേട്ടോ ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത്. ഒന്നുകൂടി ഞാൻ പറയാണ്, നിങ്ങൾ 2 പേരാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് നിങ്ങൾ കൊടുക്കേണ്ടത് 17,500 ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ 4 പേരാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് നിങ്ങൾ കൊടുക്കേണ്ടത് 14,500 രൂപയാണ്. ഇനി നിങ്ങൾ 6 പേരാണ് നിങ്ങൾ മലേഷ്യയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് നിങ്ങൾ കൊടുക്കേണ്ടത് 13,000 ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ 8 പേരാണ് നിങ്ങൾ മലേഷ്യയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരാൾക്ക് കൊടുക്കേണ്ടത് വെറും 12,000 രൂപ മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ട്രാവൽ ബഡ്ജറ്റ് വീഡിയോസിന് വേണ്ടിയിട്ട് FJ Vloggers എന്ന അക്കൗണ്ട് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യാം.